മദീന എല്ലാ വസന്തങ്ങളുടെയും കേന്ദ്രമാണ്. ഒരു നാട്ടിലെ മണ്ണ് തിന്നാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അത് മദീനയിലെ മണ്ണാണ്. ഒരു നാട്ടിലെ മണ്ണിൽ കിടക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അത് മദീനയിലെ മണ്ണാണ്. ഒരു നാട്ടിലെ മണ്ണാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് മദീനയിലെ മണ്ണാണ്. കാരണം ആ മണ്ണിൽ വിശ്രമിക്കുന്നതാരാണ്? എന്റെയും നിന്റെയും കരളിന്റെ കാതലല്ലേ, ഹബീബായ നബിയല്ലേ മോനെ, സ്നേഹമായ നബിക്കല്ലേ മോനെ നൽകേണ്ടത്. ആ ഹബീബായ നബിയെ സ്നേഹിക്കാൻ എനിക്കറിഞ്ഞുകൂടാ, എന്റെ കൽബിന് താങ്ങാൻ വയ്യ. ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞില്ലേ, ഇത് ജിഅ്തു ത്വയ്ബത റൗമ സൗറത ഖബരിഹി ഉഗ്മീതു മദൂശം ബിഹൈബതി ഖദ്രിഹി. ഞാൻ മദീനയിലെ ഹബീബിനെ കാണാൻ വന്നതാണ്. പക്ഷേ മദീനയുടെ ബഹ്ജത്തങ്ങ് കണ്ടപ്പോൾ, മദീനയുടെ പ്രൗഢി അങ്ങ് കണ്ടപ്പോൾ ഞാനങ്ങ് ബോധം കെട്ടു വീണുപോയി. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ നല്ല മഹബത്ത് തരണേ റഹ്മാനേ. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ അരയ്ക്ക് താഴേക്ക് വലിച്ചിട്ട പാൻസ് ഒന്ന് വലിച്ചെറിയടാ. അത് റസൂലുള്ളാഹിക്ക് പൊരുത്തമുള്ളതല്ല. നിന്റെ പൊക്കിളും നിന്റെ ചന്തിയുടെ പകുതിയും പുറത്തിട്ടിട്ട് പരിഷ്കാരത്തിന്റെ പാൻസ് ഇട്ട് ഏത് ചെകുത്താനെയാടാ നീ കൊണ്ട് നടക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹിനെ മറന്നുപോയോടാ? എങ്ങനെ തുണിയൊടുക്കണമെന്ന് പറഞ്ഞ റസൂലുള്ള നേതാവായില്ലേടാ? എങ്ങനെ മുടി വെട്ടണമെന്ന് പഠിപ്പിച്ച റസൂലുള്ള നേതാവായില്ലേടാ? ഞെരിയാണിക്ക് താഴെ നിന്റെ പാൻസ് ഇറങ്ങരുതെന്ന് പഠിപ്പിച്ച ഹബീബില്ലേടാ? നീ ഏത് നബിയുടെ അനുയായിയാടാ? നീ ഏത് നേതാവിന്റെ പിൻഗാമിയാടാ? രാജാക്കൾ വെല്ലുന്നില്ലേ ഹബീബായ നബി തങ്ങളുടെ ചെരുപ്പ് തലയിൽ വെക്കാനെങ്കിലും അവർക്ക് അർഹതയില്ല. രാജാക്കളുടെ കിരീടം കുപ്പത്തൊട്ടിലല്ലേ കിടക്കുന്നത്? ഹബീബിന്റെ ചെരുപ്പ് മുല്ലപ്പൂവിലല്ലേ ഇരിക്കുന്നത്? ഈ സദസ്സിലേക്ക് ഹബീബിന്റെ ചെരുപ്പ് വന്നാൽ ഞാനും നീയും അത് മുത്താൻ ഇഷ്ടപ്പെടുന്നില്ലേ? ആ നേതാവിനെ മറന്നുപോയോ മോനെ? ഞാൻ ആലോചിച്ചു നോക്കി, ഹബീബിനെ എങ്ങനെ ഇഷ്ടം വെക്കാനാണ് നോക്കിയപ്പോ എന്റെ കൽബ് അതിന് കൊള്ളുന്നതല്ല. ഇഷ്ടപ്പെടണമെന്നൊന്ന് ആഗ്രഹിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. പിന്നെ ഞാൻ ആലോചിച്ചു, മഹ്ശറിൽ ചെന്നാൽ എനിക്ക് എവിടെ സ്ഥാനം കിട്ടാനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തു നിൽക്കാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂല. ഹബീബായ നബി തങ്ങളുടെ മിസ്വാക്കൊന്ന് എടുത്തു കൊടുത്തോട്ടെ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ വിട്ടുതരില്ല. റസൂലുള്ളാഹിന്റെ ചെരുപ്പൊന്ന് എടുത്തു കൊടുത്തോട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരില്ല. ഹബീബായ നബി തങ്ങൾക്ക് വെള്ളമൊന്ന് എടുത്തു കൊടുത്തോട്ടെ. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി തങ്ങൾ മാറിത്തരില്ല. വാതിൽക്കലൊരു വാച്ചറ പോലെ ഒന്ന് നിന്നോട്ടെ. ബിലാൽ തങ്ങള് മാറിത്തരില്ല. ഹബീബിന്റെ വിരിപ്പൊന്നെടുത്ത് മടക്കി വെച്ചോട്ടെ. അബൂ ഹുറൈറ തങ്ങള് മാറിത്തരില്ല. നബി തങ്ങളുടെ സെക്യൂരിറ്റി ഒന്നായിക്കോട്ടെ. ഇവിടെ കണ്ടില്ലേ വളണ്ടിയർമാര് നിൽക്കുന്നു, അതുപോലെ ഒന്ന് നിന്നോട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് മാറിത്തരൂല. പിന്നെ ഞാനെവിടെ നിൽക്കാനാണ്? സ്വഹാബിമാര് തീർന്നില്ലല്ലോ, താബീങ്ങൾ കഴിഞ്ഞില്ലല്ലോ, ഇമാമിങ്ങൾ കഴിഞ്ഞില്ലല്ലോ, ബൂസിരി ഇമാമിനെ എണ്ണിയില്ലല്ലോ, കഅബ് ഇബ്നു സുഹൈർ തങ്ങളെ എണ്ണിയില്ലല്ലോ, ഇമാം സർഹിന്ദിയെ എണ്ണിയില്ലല്ലോ, അലാ ഹസ്രത്ത് തങ്ങളെ എണ്ണിയില്ലല്ലോ. ഞാനെവിടെ നിൽക്കാനാണ്? അല്ലാഹ്
ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ എന്നെ ഒന്ന് കിടത്തി തന്നാൽ, ഉമ്മത്തിൽപ്പെട്ട ഒരാള് സ്വർഗത്തിന്റെ വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ ഹബീബ് പിന്നോട്ട് തട്ടൂല, ഹബീബ് മുന്നോട്ട് തട്ടിയ സാധനം സിദ്ദീഖുൽ അക്ബർ തങ്ങള് പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാ സ്വഹാബിമാരും തട്ടി തട്ടി തട്ടി, എല്ലാ താബിഈങ്ങളും തട്ടി തട്ടി, എല്ലാ ഇമാമീങ്ങളും കാലുകൊണ്ട് തട്ടി, അവസാനം ഉള്ളാള് മദനീ തങ്ങളും അതാ വെളിയങ്കോട് മർഖാദി തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മമ്പുറന്തങ്ങളും എല്ലാം പോയി കഴിയുമ്പോഴെങ്കിലും അവരുടെ കാൽക്കൽ പറ്റിയിട്ടെങ്കിലും ഞങ്ങളുടെ നേതാക്കളായ താജുല്ലുലമയടക്കമുള്ള നേതാക്കള് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ഞങ്ങളവരുടെ ചെരുപ്പെടുത്ത് വെക്കാൻ തിരക്ക് കൂട്ടിയവരാണ്, ഞങ്ങളവര് വന്നപ്പോ വഴിയൊരുക്കിയവരാണ്, ഞങ്ങളവര് വന്നപ്പോ സന്തോഷം കൊണ്ടവരാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ കാലിലൊന്ന് പറ്റിയിട്ടെങ്കിലും ഞങ്ങളെ ഒന്ന് കടത്തി തരണേ റബ്ബേ. ഞാൻ പിന്നെ ആലോചിച്ചു നോക്കി, ഹബീബായ നബി തങ്ങൾക്ക് സ്വർഗത്തിലിരിക്കുമ്പോ ചവിട്ടുന്ന ഒരു ചവിട്ടുപായ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ അടിയിലെ ഒരു വസ്തുവായാലോ? പറ്റി നോക്കിയപ്പോ എനിക്കതിന് പറ്റൂല. കാരണം അള്ളാഹുവിന്റെ അടുക്കലേക്ക് മിഅ്റാജ് നടത്തിയ കാല് അതിന്റെ അടിയിലിരിക്കാൻ എനിക്ക് അർഹതയില്ല. പിന്നെ എനിക്കെവിടെയാണ് ഇടം റബ്ബേ എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്നറിയാം, എനിക്ക് ഹബീബിനെ കിട്ടണമെന്ന ആശയുണ്ട്. അല്ലാഹുവേ, ഒരുപാട് തവണ ജീവിതകാലത്ത് മനാമിൽ കാണിച്ചു തന്ന് മരിക്കുന്ന സമയത്ത് ചിരിക്കുന്ന മുഖം കണ്ട് അവസാനം ഹബീബിലേക്ക് ലയിച്ച് മദീനത്ത് ചെന്നൊന്ന് സലാം പറയുമ്പോൾ സലാം മടക്കുന്നതൊന്ന് കേട്ട് അവിടെയൊന്ന് വീണ് അവിടെ കിടന്ന് മരിച്ച് ബഖീൽ ഒരു ഖബർ കിട്ടാൻ കൊതിയുണ്ട്. നൽകണേ റബ്ബേ. അർഹതയില്ലെങ്കിലും ആശിക്കുകയാണ് ഔദാര്യവാനായ റബ്ബേ. ഞങ്ങളുടെ ഖൽബിൽ ഇഷ്ക് തരണേ റബ്ബേ, മഹബ്ബത്ത്